ദൂരയാത്രയ്ക്ക് വണ്ടി പ്രിഫർ ചെയ്യാന്നുണ്ടെങ്കിൽ യു ക്യാൻ കൺസിഡർ വോക്സ്വാഗൺ ധൈര്യമായിട്ട്. യാത്രാസുഖമുണ്ട്, ഒരു ക്ഷീണമില്ല. ഓടിക്കുന്ന ആൾക്കും യാത്ര ചെയ്യുന്ന ആളുകൾക്കും ഒരു പ്രശ്നമില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ്. ഇതുവരെ ഏതാണ്ട് 4000-ന് മേളിൽ 4400 സംതിങ് കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞു. 17 to 20 ആവറേജ് ഉണ്ട്. ദാറ്റ്സ് പ്രിറ്റി ഗുഡ് ഫോർ എ ബിഗ് കാർ ലൈക്ക് ദിസ്. ഇത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ആണ്. ഒരു രക്ഷയില്ലാത്ത ഹാൻഡ്ലിംഗ് ആണ്. ബോഡി റോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല. ഭയങ്കര കോൺഫിഡൻസ് ആണ് കർവ്സിലൊക്കെ. ദാറ്റ്സ് എ പ്രിറ്റി അഡ്വാൻറ്റേജ് വൈൽ ഡൂയിങ് ലോങ് ഡ്രൈവ്സ്. ഇതിൻ്റെ സ്റ്റിയറിംഗ് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി. ഇത്രയും വലിയ വണ്ടിക്ക് അതൊരു ഭയങ്കര അടിപൊളി സംഭവമാണ്. സസ്പെൻഷൻ നല്ല ഹാർഡാണ്, സ്റ്റിഫ് സസ്പെൻഷനാണ്. പക്ഷെ അത് നമ്മുടെ ഡ്രൈവിംഗ് ഡൈനാമിക്സിന് പറ്റുന്ന രീതിയിലുള്ള സസ്പെൻഷൻ സെറ്റപ്പാണ്. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യും. യാത്ര ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് ഓടിച്ച് അങ്ങ് കർണാടക മുരുദേശ്വർ വരെ പോയി. ഇപ്പം തിരിച്ചു പോകുന്ന വഴിയാണ്. പിന്നെ നല്ല പവറുണ്ട്. പവറ് നമ്മൾ ഫ്യൂവൽ എക്കണോമിയൊക്കെ നോക്കി ഓടിക്കുക എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ RPM ഈ 2000-ൻ്റെ അകത്ത് തന്നെ വെക്കണം. പക്ഷേ ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. അത് അങ്ങനെ ഓടിച്ചു പോയാൽ മതി. നല്ല മൈലേജ് ഉണ്ട്. 6 ഗിയർ ഉണ്ട്. ഇത് മാനുവൽ ട്രാൻസ്മിഷൻ മോഡലാണ്. അത്യാവശ്യം ടോർക്കി എഞ്ചിനാണ്. നമ്മൾ റണ്ണിങ് ഗിയറിൽ ഒരു ഗിയർ ഡൗൺ ചെയ്ത് നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാം. ഓവർടേക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഒരു 3 സിലിണ്ടർ ടർബോ എഞ്ചിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ ഒരു കൺഫ്യൂഷൻ ഇവിടെയൊക്കെയാണ്. ഇതിന് ഓവർടേക്കിങ്ങിൽ പവർ കിട്ടുമോ, അല്ലെങ്കിൽ ലോങ് റണ്ണിൽ ഇപ്പോൾ നല്ല മഴയായി, ലോങ് ഡ്രൈവിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ. ഈ വണ്ടി പോകുന്ന കാര്യം അറിയത്തോലുമില്ല. അത്രയ്ക്ക് സൂപ്പറാണ്. എഞ്ചിന് വൈബ്രേഷനോ അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല. ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിനാണ്. TSI എഞ്ചിന് സൂപ്പർ. 3 സിലിണ്ടറേ ഉള്ളൂ, ടർബോ ആണ്. പക്ഷെ ദാറ്റ്സ് മോർ ദാൻ ഇനഫ് ഫോർ എ 1 ലിറ്റർ എഞ്ചിൻ ലൈക്ക് ദിസ്. അതായത് 4 സിലിണ്ടർ ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ അങ്ങനൊന്നുമില്ല. എനിക്കങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഫ്രം മൈ എക്സ്പീരിയൻസ്, യൂസർ എക്സ്പീരിയൻസ്, ദിസ് 3 സിലിണ്ടർ ടർബോ ഇസ് മോർ ദാൻ ഇനഫ്. എൻജിൻ സ്മൂത്താണ്, നല്ല സ്മൂത്താണ്. ഒരു വൈബ്രേഷനോ അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല. ക്യാബിൻ്റെ അകത്ത് നോയ്സ് ഒന്നും ഇല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എൻജിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല ഈ കാറിന്. വൈബ്രേഷനോ അൺനെസസറി ആയിട്ടുള്ള ഒന്നുമില്ല. പുറത്ത് നല്ല സൗണ്ട് ഉണ്ട്, നോ ഡൗട്ട്. ഈ എൻജിൻ്റെ സൗണ്ട് ഒരുമാതിരി ഡീസൽ എൻജിൻ്റെ സൗണ്ട് കണക്കാണ്. പക്ഷേ ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു അനോയ് യു. കാരണം അത് നമ്മളെ ഈ ക്യാബിൻ്റെ അകത്ത് ഒരു പ്രശ്നമില്ല. അതുപോലെ ഈ ഡോർ കൊണ്ട് അടച്ചു കഴിഞ്ഞാൽ വേറെ ഒരു ദുനിയാവിലെത്തിയാണെന്ന് തോന്നുന്നു. കാരണം അത്രയ്ക്ക് സേഫ് ആൻഡ് സൗണ്ടാണ് ഇതിൻ്റെ അകത്ത്. നല്ല കോൺഫിഡൻസ് ആണ്. വെൻ യു ക്ലോസ് ദ ഡോർ യു ക്യാൻ ഫീൽ ദറ്റ് സേഫ്റ്റി. ഈ പറയാൻ സേഫ്റ്റി റേറ്റിംഗ് നമുക്ക് തീർച്ചയായും ഇതിൻ്റെ അകത്ത് നമുക്ക് ഫീൽ ചെയ്യാം. ഈ ക്യാബിൻ്റെ അകത്ത് നല്ല സേഫാണ്, കംഫർട്ടാണ്. ഓവറോൾ ഇറ്റ്സ് എ പ്രിറ്റി നൈസ് കാർ. ഇതിന് മാർക്കറ്റിൽ ഡിമാൻഡ് കുറവാണ്. ഞാനും ആക്ച്വലി വളരെ ഡൗട്ട്ഫുള്ളായിട്ടാണ് ഈ കാർ എടുത്തത്. പക്ഷേ ഐ ആം പ്രിറ്റി ഹാപ്പി. പിന്നെ ഒരു ഡ്രോബാക്ക് കണക്ക് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് AC കുറിച്ചാണ്. AC എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പുറത്തെ ചൂട് കൂടുതലാണെന്നുണ്ടെങ്കിൽ AC അത്ര കൂളിംഗ് ഒന്നും തരില്ല. അത് ഈ കാറെന്നല്ല, ഏതൊരു കാറും അങ്ങനെയാണ്. പ്രധാനപ്പെട്ട ഡ്രോബാക്ക് ഇതിൻ്റെ ലൈറ്റ് ത്രോ ആണ്. ലൈറ്റ് വളരെ ഷോക്കാണ്. അതിന് എന്തെങ്കിലും ചെയ്യണത്. പിന്നെ ഈ സ്റ്റോക്ക് ടയർ MRF അതെനിക്ക് പണി തന്നു, നല്ല പണി തന്നു.
Otherwise, this car is really, really nice. പക്ഷേ ബെസ്റ്റ് പാർട്ട് ഇസ് ഡ്രൈവിംഗ് ദിസ് കാർ, കീപ്പിംഗ് ദ സ്പീഡ് മെയിൻറ്റെയിൻഡ് വിത്തിൻ 80 to 100 in between. ഈ 80-ൻ്റെയും 100-ൻ്റെ ഇടയിൽ ഒരു 90 കീപ്പ് ചെയ്ത് പോകാൻ നല്ല രസമാണ്. ഇറ്റ്സ് മോർ ദാൻ ഇനഫ്. അതിൽ നല്ല പ്രിറ്റി ഡീസൻറ്റ് മൈലേജും ഉണ്ട്. ഏറ്റവും ശോകമായിട്ട് തോന്നിയിട്ടുള്ളത് ഇത് സിറ്റി കമ്മ്യൂട്ടിംഗ് ടൈപ്പ് സമയത്താണ്. സിറ്റി ട്രാഫിക്കിൽ ഭയങ്കര ബോറാണ്. ഒട്ടും പവറില്ല. കൂടെ ഫ്രീക്വൻറ്റ് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ഒക്കെ ചെയ്ത് നിർത്തേണ്ടി വരും. സെക്കൻഡ് ഗിയർ, ഫസ്റ്റ് ഗിയറിലൊന്നും പോകേണ്ടി വരത്തില്ല. സെക്കൻഡ് ഗിയറിലും തേർഡ് ഗിയറിലായിട്ട് നമുക്ക് നിർത്താൻ പറ്റും. പക്ഷേ അബ്സല്യൂട്ട്ലി അനോയിങ്. നമുക്ക് സിറ്റി ട്രാഫിക്കിൻ്റെ അകത്ത് ഒരു സുഖമില്ല ഈ കാറ്. ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. അല്ല, ലോങ് ഡ്രൈവ്, ദൂരെ യാത്രകൾക്കാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൺസിഡർ ചെയ്യുന്ന കാറാണ്.